ഇന്ന് ഞാനുണ്ടല്ലോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ റെസിപ്പി സാധാരണ ഈ പാലക് ചീര വാങ്ങിക്കുമ്പോൾ എനിക്ക് പരിപ്പും ചീരയും കൂടി കുത്തി വറുത്തിട്ട് വയ്ക്കാൻ ഇഷ്ടം. അതുകൂടാണ്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇത് ആന്ധ്ര സ്റ്റൈലുള്ളതാണ്. പാലക് പപ്പു എന്നാണ് ഇതിന് പറയാം. അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പരിപ്പ് കഴുകി അത് കുക്കറിലിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ പാലക് ചീരയും കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് അതും ചേർത്ത് വെക്കുക. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. കൈ വെച്ച് മിക്സ് ചെയ്യണമെന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തോളൂ. എന്നിട്ട് ഇനി നമുക്കത് അടച്ചിട്ട് ഒരു 3-4 വിസിൽ വരുത്താം. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. നമ്മളുടെ പരിപ്പും ചീരയും വെന്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെയൊക്കെ കൂടി ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം വേറൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് ഉഴുന്ന് പരിപ്പ്, അതുപോലെ തന്നെ കുറച്ച് പരിപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് അതൊക്കെ കൂടി ഒന്ന് വഴറ്റുക. എന്നിട്ട് പിന്നെ 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് അതും കൂടി വഴറ്റാം. അപ്പോൾ ആ സമയം കൊണ്ട് അതിൻ്റെ നമുക്ക് ഈ പരിപ്പും ചീരയും വെന്തലിക്ക് പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചില്ല, അത് പിഴിഞ്ഞൊന്ന് ഒഴിക്കണം കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി വയ്ക്കുക. ഇനി നമുക്ക് നേരത്തെ ആ സവാള ചേർത്തതിലേക്ക് സവാള വഴന്ന് വരുമ്പോൾ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് അതും കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ചീരയുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ആ നെയ്യിൻ്റെയും കൂടി സ്മെല്ലുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും നമ്മുടെ ഈ ഒരു കറിക്ക്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഈ നാഗാർജുനയിലൊക്കെ പോയി കഴിക്കുമ്പോൾ അവിടെ ഫസ്റ്റ് ഇങ്ങനെ നമുക്ക് നെയ്യൊക്കെ ചോറിൽ ഒഴിച്ചു തരും. എന്നിട്ട് പിന്നെ നമുക്ക് ഈ പരിപ്പും ചീരയും കൂടിയുള്ള ഈ പപ്പ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ പാലക് പപ്പു റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇവിടെ പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പച്ചരിച്ചോറായിരിക്കും കിട്ടുക. അപ്പോൾ ആ ഒരു ചോറിൻ്റെ കൂടെ ആയാലും നമ്മളുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ചോറിൻ്റെ കൂടെ ആയാലും നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.